കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. അന്ത്യം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ 95-ാം വയസ്സിൽ വിടവാങ്ങിയത് കളങ്കമേൽക്കാത്ത രാഷ്ട്രീയ ജീവിതത്തിന്റെ ഉടമ ഗ്രൂപ്പുകൾക്കതീതനായ കോൺഗ്രസുകാരൻ. സംസ്കാരം നാളെ തൈക്കാട് ശാന്തി കവാടത്തിൽ. ജമ്മുകശ്മീർ ഖത്ര ആദ്യ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. 272 കിലോമീറ്റർ ദൈർഘ്യമുള്ള കശ്മീർ, ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലം ചെനാബും നാടിന് സമർപ്പിച്ചു. ഭാരതാംബ വിവാദത്തിൽ സർക്കാർ ഗവർണർ പോര് മുറുകുന്നു. നിലപാടിൽ ഉറച്ച് ഗവർണർ. കേരളത്തെ ഗവർണർ വെല്ലുവിളിക്കുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ബക്രീദ് അവധി വിവാദത്തിൽ സർക്കാർ ആശയക്കുഴപ്പമുണ്ടാക്കി എന്ന ആരോപണം ശക്തം. അവധി നൽകുന്നതിൽ സർക്കാർ വിമുഖത കാട്ടിയിട്ടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പലിശ നിരക്ക് കുറച്ച് റിസർവ് ബാങ്ക്. പലിശ നിരക്കും റിപ്പോ നിരക്കും 0.5% വീതം കുറച്ചു. ഭവന, വാഹന, വ്യക്തിഗത വായ്പകളിൽ അടക്കം പലിശ നിരക്ക് കുറയും. സാധാരണക്കാർക്ക് ആശ്വാസം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടെസ്ല സിഇഒ ഇലോൺ മസ്കും തമ്മിലുള്ള വാക്പോര് രൂക്ഷം. മസ്കിന്റെ കമ്പനികൾക്കുള്ള സർക്കാർ സഹായം നിർത്തലാക്കണമെന്ന് ട്രംപ്. പിന്നാലെ ടെസ്ല ഓഹരികളിൽ ഇടിവ്. ട്രംപിനെതിരെ ഗുരുതര ആരോപണവുമായി മസ്ക്. ജെഫ്രി എപ്സ്റ്റീന്റെ ലൈംഗിക ആരോപണ ഡയറിയിൽ ട്രംപിന്റെ പേരുണ്ടെന്ന് മസ്ക്. നിലമ്പൂരിൽ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് LDF, UDF സ്ഥാനാർത്ഥികൾ. മത്സരത്തിന് സാമ്പത്തിക പിന്തുണ തേടി PV അൻവറിന്റെ FB പോസ്റ്റ്. സംഭാവന വിവരങ്ങൾ പുറത്തറിയില്ലെന്നും അൻവർ.